എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിനകത്തെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സൂചിപ്പിക്കുന്ന സിഗ്മ എന്ന ലെറ്റർ കൊണ്ടാണ്. ഇതിനകത്തൊരു 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിനകത്ത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ തരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഈ എന്നും റൂട്ടിനകത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ നേരം ആ ടേബിളിനകത്ത് അടങ്ങിയിരിക്കണം. ആദ്യം എക്സ് ഐ എഴുതണം, പിന്നെന്താണ് എക്സ് ബാർ കണ്ടുപിടിക്കണം. നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ബാർ ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചാണ്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ 1/n ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കണം. എന്നിട്ട് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്നുള്ള ഒരു കോളം, നെക്സ്റ്റ് കോളത്തിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അൺഗ്രൂപ്പ്ഡ് ഡേറ്റ തരികയാണെങ്കിൽ. ഗ്രൂപ്പ്ഡ് ഡേറ്റ തരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2 ഇക്വേഷൻ ഉണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. നമുക്കിവിടെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇവിടെ n എന്ന് പറയുന്ന ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു കോളവും കൂടി ഇവിടെ വേണം അല്ലേ. ഇതിനെക്കാട്ടിൽ ഒരു കോളവും കൂടെ വേണം. എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയറും കൂടെ കൊടുക്കണം. ദെൻ ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നിരുന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണ് 1/N ഇൻറ്റു റൂട്ട് ഓഫ് ക്യാപിറ്റൽ എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ. ഈ എഫ് ഐക്ക് സ്ക്വയർ ഇല്ല, എഫ് ഐ എക്സ് ഐ സ്ക്വയർ. അപ്പോൾ നമ്മൾ കോളം കൊടുത്താൽ എക്സ് ഐ എഴുതണം, എക്സ് ഐ സ്ക്വയർ എഴുതണം, എഫ് ഐ എക്സ് ഐ സ്ക്വയർ എഴുതണം, പിന്നെന്താ എഫ് ഐ എക്സ് ഐ മൈനസ് സിഗ്മ എഫ് ഐ എക്സ് ഐ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു 3 ഇക്വേഷനും പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേരിയൻസും കൂടെ അങ്ങ് പറഞ്ഞു. വേരിയൻസ് ഒന്നുമില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. വേരിയൻസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നിരുന്നാൽ വേരിയൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ദി ഹോൾ സ്ക്വയർ. നമുക്കിതിനെ സിഗ്മ സ്ക്വയർ എന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം ഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നിരുന്നാൽ ഇതിൻ്റെ സ്ക്വയർ. അപ്പം വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ട എന്തായി? വേരിയൻസ് ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ. എക്സ് ഐ എന്ന് പറയുന്നത് 6, 8, 10, 12, 14, 16, 18, 20, 22, 24. ഈ നമ്പേഴ്സിൻ്റെ വേരിയൻസും കാണും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാം. നമ്മളെങ്ങനെ കാണുന്നത്? ഇൻഡിക്കേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എക്സ് ബാർ കണ്ടുപിടിക്കണം അല്ലേ. എക്സ് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ മീൻ കണ്ടുപിടിക്കുന്നത് 1/n സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ ഈക്വൽ ടു 1/n എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് 10 ആണ്. 1/10 ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 150 ഈക്വൽ ടു 15. അപ്പോൾ നമുക്ക് മീൻ എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. ദെൻ നമുക്ക് ഡീവിയേഷൻ ഫ്രം മീൻസ് കാണണം. ഡീവിയേഷൻ ഫ്രം മീൻസ് കാണുമ്പോൾ നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്നുള്ള കോളം കൊടുക്കുന്നു. ഇവിടെ എന്ന് വെച്ചാൽ എക്സ് ഐ എന്ന് പറയുന്നത് 6 മൈനസ് 15. 6 മൈനസ് 15 എന്ന് പറയുന്നത് -9. 8 മൈനസ് 15 എന്ന് പറയുമ്പോൾ -7. ദെൻ നെക്സ്റ്റ് -5, -3, -1, 1, 3, 5, 7, 9. ഇവിടെ എന്ന് വെച്ചാൽ 10 മൈനസ് 15, 12 മൈനസ് 15 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്താ കാണണ്ടേ? എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്നുള്ള കോളം അല്ലേ. എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. -9 സ്ക്വയർ 81,
-7 49, -5 25, -3 എന്ന് പറയുന്നത് 9, -1 1, 1ൻ്റെത് 1 3 9, 5ൻ്റെ സ്ക്വയർ 25, 7ൻ്റെ സ്ക്വയർ 49, 9ൻ്റെ സ്ക്വയർ 81. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സിഗ്മ കാണണം. സിഗ്മ കാണുമ്പോൾ നമുക്ക് 330 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാമല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഈക്വൽ ടു 1 to xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 330 ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് 10 ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് 33 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു റൂട്ട് 33 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ, അതായത് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 33 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 33യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 33. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ്ഡ് ഡേറ്റയാണ് അല്ലേ. എക്സ് ഐയും തന്നിട്ടുണ്ട്, എഫ് ഐയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെ കാണുന്നത്? ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ അല്ലേ. നമുക്കിവിടെ എക്സ് ബാർ കാണുന്നത് എങ്ങനെയാണ്? ഫ്രീക്വൻസിയും തന്നിട്ട് നമ്മൾ എക്സ് ബാർ കാണാൻ പറഞ്ഞിരുന്നാൽ 1/n ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ എഫ് ഐ. നമുക്കിവിടെ ഒരു ടേബിളും കൂടെ ഉണ്ടെങ്കിൽ, ഒരു വരിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. എക്സ് ഐ എഫ് ഐ കാണണം. 4 into 3 12, 40, 99, 17 into 5 85, 80, then 72, then 32. ഇവിടെ ഇതിൻ്റെ സിഗ്മ കാണുമ്പോൾ നമുക്ക് 420 എന്ന് കിട്ടും. ഇവിടെ എഫ് ഐ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. then x bar equal to 1 by capital N എന്ന് പറയുന്നത് 1/30 into 420. 0 ക്യാൻസൽ ആയി പോവും. എന്താ 14 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. എക്സ് ബാർ എന്ന് പറയുന്നത് 14 എന്ന് കിട്ടും. നമുക്കിനി നെക്സ്റ്റ് കോളം ഏതാണ്? എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണും അല്ലേ. എക്സ് ഐ മൈനസ് എക്സ് ബാർ. എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ 4 minus 14 minus 10, 8 minus 14 minus 6, then next minus 3, then 17 minus 14 എന്ന് പറയുന്നത് 3, then 6, 10 and 18. ഇനി ഇതിൻ്റെ സ്ക്വയർ കാണാം അല്ലേ. എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. 10 square 100, 36, 9, 9, 36, 100, 18 square 324. ഇനി എന്താ കാണണ്ടേ? എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ കാണണം. എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. 3 into 100 300, 5 into 36 180, then 9 into 9 81, 5 into 9 45, 4 into 36 144, 3 into 100 300, 1 into 324 324. then ഇതിൻ്റെ സം കാണണം. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 1374 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാമല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതെന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 1374 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 1/n എന്ന് പറയുന്നത് n എത്രയാണ്? 30 ഈക്വൽ ടു റൂട്ട് ഓഫ് 45.8 എന്ന് കിട്ടും. ദെൻ വേരിയൻസ് എങ്ങനെ കാണുന്നത്? വേരിയൻസ് ഈക്വൽ ടു
വേരിയൻസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ഈക്വൽ ടു 45.8 എന്ന് കിട്ടും. The next problem, find standard deviation and variance of the following data. Xi എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് ഇൻ്റർവൽ ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എഫ് ഐയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ Xi എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ ടേം എടുക്കണം. 30, 40യുടെ ക്ലാസ് ഇൻ്റർവൽ ആയിട്ടാണ് തന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ 30, 40യുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 30 + 40 ഡിവൈഡഡ് ബൈ 2 35, 40 + 50 ഡിവൈഡഡ് ബൈ 2 45, 50 + 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 55. ദെൻ നെക്സ്റ്റ് 65, ഇവിടെ 75, 85 ആൻഡ് 95. ഇത് നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഹോംവർക്ക് ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് നാം ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. ഓഗസ്റ്റ് 2, 2017 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 88th ക്വസ്റ്റ്യനകത്ത് ഞാൻ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിരുന്നു 1/3 a²h എന്നുള്ള ഇക്വേഷൻ. 1/3 a²h ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്നാണ് ചോദിച്ചത്. ഇതെന്ന് പറയുന്നത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വെച്ചാൽ ദി ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പ്രിസം ആർ ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഓഫ് സൈഡ് 6 cm, വാട്ട് ഈസ് ദി വോളിയം എന്നാണ്. അപ്പോൾ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്, ഈ വോളിയം ഓഫ് പിരമിഡ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു എച്ച് എന്നാണ്. ബേസ് ഏരിയ ഇൻറ്റു എച്ച് ഹൈറ്റ്. അപ്പോൾ ഇവിടെ സ്ക്വയർ അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? a² ആണല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a² ആയതുകൊണ്ടാണ് ഇവിടെ 1/3 a²h എന്ന് ഉള്ള ഇക്വേഷൻ ഉപയോഗിച്ചത്. നമുക്കിനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യാം. ഇവിടെ വെച്ചാൽ 2019 നവംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ വിത്ത് 54 ഡയഗണൽസ് ഈസ് ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 16. ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഡയഗണൽസ് 54 എന്ന് തന്നിട്ടുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നമ്പർ ഓഫ് diagonals for any polygon of n sides is number of diagonals for any polygon of n side എന്ന് പറയുന്നത് n into n minus 3 divided by 2 ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ n into n minus 3 divided by 2 ആണ് നമുക്ക് 54 എന്ന് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ n into n minus 3 ഈക്വൽ ടു 108 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതാം. n² - 3n - 108 ഈക്വൽ ടു 0. നമുക്ക് n കണ്ടുപിടിക്കാമല്ലോ. n ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ -b എന്ന് പറയുന്നത് മൈനസ് ഓഫ് -3 വരും. 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac എന്ന് പറയുന്നത് റൂട്ട് ഓഫ് b² എന്ന് പറയുന്നത് 9 മൈനസ് 4ac മൈനസ് ഇൻറ്റു ഇവിടെ ഒരു മൈനസ് സിയുടെ ഒരു മൈനസ് ഉണ്ട്. അപ്പം പ്ലസ് 4 ഇൻറ്റു 108 432 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2a ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 441 ഡിവൈഡഡ് ബൈ 2. ഇങ്ങോട്ട് എഴുതാം. n ഈക്വൽ ടു 3 പ്ലസ് ഓർ മൈനസ് 21 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 3 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 2 എന്നും കിട്ടും. 3 മൈനസ് 21 ഡിവൈഡഡ് ബൈ 2 എന്നും കിട്ടും അല്ലേ. അപ്പോൾ സൈഡ്സ് എന്തായാലും മൈനസ് വരത്തില്ലല്ലോ. അപ്പം 3 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 2 24 ഡിവൈഡഡ് ബൈ 2 12 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ.
The next question, if the sum of squares of the first n natural numbers is 285, then n is. Sum of squares of n natural number നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? Sum of squares of n natural numbers എന്ന് പറയുന്നത് 1 square plus 2 square plus etc plus n square. ഇതെന്ന് പറയുന്നത് 285 ആണെന്ന് തന്നിട്ടുണ്ട്. Sum of squares of n natural number എന്ന് പറയുന്നത് n into n minus 1 n into n plus 1 into 2n plus 1 divided by 6 equal to 285. അങ്ങനെയാണെങ്കിൽ n into n plus 1 into 2n plus 1 equal to 285 into 6 എന്ന് കിട്ടും. 1710 എന്ന് കിട്ടും ഇതിൻ്റെ ആൻസർ. നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അതായിരിക്കും നമുക്കിവിടെ എളുപ്പം. n into n plus 1 into 2n plus 1 equal to 1710 എന്ന് കിട്ടണമെങ്കിൽ എന്നിന് ഏത് വാല്യൂ ആണ് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് എടുത്ത് കൊടുത്താൽ കിട്ടുമെന്നുള്ളത് നോക്കണം. എന്നിന് 8 എന്നുള്ള വാല്യൂ കൊടുത്താൽ 8 into 8 plus 1 9 into 2n plus 1 എന്ന് പറയുമ്പം 16 plus 17 ഈക്വൽ ടു ഇത് വരുമോ? ഇല്ല, വരത്തില്ല. കാരണം ഇവിടെ ഒരു 0 ഉണ്ട് ലാസ്റ്റ് അല്ലേ. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് 0 വരത്തില്ല. ദെൻ 9 ഒന്ന് നോക്കാം. n into 9 into 9 plus 1 10 into പിന്നെന്താണ് 18 plus 1 എന്ന് പറയുന്നത് 19 ഈക്വൽ ടു 19 into 9 എത്രയാണ്? 9 into 9 1 7. അപ്പോൾ എന്നിന് 9 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 9. ഓപ്ഷൻ ബി 9. The next problem, the sum of the first 35 odd natural numbers is option A 1000, option B 1125, option C 1156, option D എന്ന് പറയുന്നത് 1225. സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എങ്ങനെയാണ് കാണുന്നത്? n സ്ക്വയർ ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ 35ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. 35ൻ്റെ സ്ക്വയർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അല്ലേ. 1225 ആണ് 35ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. The next problem, if x minus 1 by x equal to 3, then x cube minus 1 by x cube is option A 9, option B 18, option C 27 and option D 36. നമുക്ക് തന്നിരിക്കുന്ന x minus 1 by x എന്നാണ്. അതെന്ന് പറഞ്ഞാൽ 3 ആണ്. കണ്ടുപിടിക്കേണ്ടത് x cube minus 1 by x cube അല്ലേ. അപ്പോൾ x ക്യൂബിൻ്റെ ടേം വരണമെങ്കിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ദി ഹോൾ ക്യൂബ് കാണും അല്ലേ. x minus 1 by x ദി ഹോൾ ക്യൂബ് ഈക്വൽ ടു a cube x cube minus 3a square b 3a square b plus 3ab square plus b cube minus b cube. a square minus 3a square b plus 3ab square minus b cube. Then നമുക്ക് ഈ എക്സ് ക്യൂബും മൈനസ് എക്സ് ക്യൂബും ഒരിടത്ത് എഴുതാം. എക്സ് ക്യൂബ് മൈനസ് 1 by എക്സ് ക്യൂബ്, ദെൻ മൈനസ് ഇവിടെ എക്സും എക്സും ക്യാൻസൽ ആയി പോകും. ദെൻ മൈനസ് 3x പ്ലസ് ഇവിടെ 3 into 1 by x. ദെൻ എക്സ് മൈനസ് 1 by x ദി ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 3 ആണല്ലേ. 3യുടെ ക്യൂബാണ്. 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1 by എക്സ് ക്യൂബ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ക്യൂബ് മൈനസ് 1 by എക്സ് ക്യൂബ് മൈനസ് 3. നമ്മൾ ഈ മൈനസ് 3 ഇങ്ങ് കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എക്സ് മൈനസ് 1 by എക്സ് എന്ന് വരും ഇവിടെ. ദെൻ എക്സ് ക്യൂബ് മൈനസ് 1 by എക്സ് ക്യൂബ് ഈക്വൽ ടു 3 ക്യൂബ് എന്ന് പറയുന്നത് 27. ഈ മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 by എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു. പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 by എക്സ് എന്ന് പറയുന്നത് 3 ആണല്ലേ. 3 equal to 27 plus 9 equal to 36. 36 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി.